ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10-10 എന്ന സീരീസിന്റെ 36ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയെ ഏതു വകുപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്? ഓപ്ഷൻസ്: ആർട്ടിക്കിൾ 32, അനുച്ഛേദം 42, അനുച്ഛേദം 22, അനുച്ഛേദം 23. നിങ്ങൾക്കറിയാം, ഓപ്ഷൻ എ ആണ് അനുച്ഛേദം 32. ധാരാളം മതങ്ങളുള്ള ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തെ ഗവൺമെന്റിന് ആധുനിക കാലഘട്ടത്തിൽ മതേതരത്വത്തിൽ അധിഷ്ഠിതമായല്ലാതെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. നമ്മുടെ ഭരണഘടന മതേതര സങ്കല്പത്തിൽ അധിഷ്ഠിതമായതും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതുമാണ്. ആരുടെ വാക്കുകളാണിത്? ഓപ്ഷൻസ്: ഡോക്ടർ BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, മഹാത്മാഗാന്ധി. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം: GPS പകരമായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണയ സംവിധാനം ഏതാണ്? ഓപ്ഷൻസ്: IRS, ഗലീലിയോ, ഗ്ലോനാസ്, IRNSS. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, IRNSS. താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? ഓപ്ഷൻസ്: ആന്റിവൈറസ് സ്കാനർ ഉപയോഗിക്കുക, കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യുക, കുക്കീസ് ഇടയ്ക്കിടയ്ക്ക് മായ്ച്ചു കളയുക, ഫയർവാൾ സെറ്റ് ചെയ്യുക. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെന്റ് ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം: തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ യാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ്: തിരുവാതിര, ഓണം, തൈപ്പൂയം, ശിവരാത്രി. ശരിയുത്തരം ഓപ്ഷൻ ബി, ഓണം ആണ്. രണ്ടാം ലോകമഹായുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഏത്? ഓപ്ഷൻസ്: ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്, ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ഗ്രാൻഡ് ഇല്യൂഷൻ, കനാൽ. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ഗ്രാൻഡ് ഇല്യൂഷൻ. ഏഴാമത്തെ ചോദ്യം: മാർബിൾ ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻസ്: ആഗ്നേയ ശില, അവസാദ ശില, കായാന്തരിത ശില, ഇവയൊന്നുമല്ല. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, കായാന്തരിത ശില. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: എറണാകുളം, പാലക്കാട്, ഇടുക്കി, കൊല്ലം. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, പാലക്കാട്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആരായിരുന്നു? ശ്യാം ശരൺ നേഗി, ശ്യാം ശരൺ മുഖർജി, ബിപിൻ ചന്ദ്രപാൽ, രഘുവേന്ദ്ര പാൽ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, ശ്യാം ശരൺ നേഗി. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ്: 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം, 4-ാം ഭാഗം. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, 4-ാം ഭാഗം. എത്ര ചോദ്യങ്ങൾ ശരിയായി എന്ന് കമന്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തെറ്റിയ ചോദ്യങ്ങളെല്ലാം എഴുതിയെടുത്ത് പഠിക്കുക. നാളെ രാത്രി 10:10 ഇതിന്റെ അടുത്ത ഭാഗവുമായി കാണാം. താങ്ക് യു.